കറക്റ്റ് ആണോ നോക്കിയതാ, വേറെ ഒന്നുമില്ല മിസ്. അതെ മിസ്, കവിൻ പറയുന്ന കറക്റ്റ്. രണ്ടുപേരും എണീറ്റ് ഡെസ്കിന്റെ പുറത്ത് കയറി നിന്നേ. ഇപ്പൊ നമ്മള് കംഫർട്ടബിൾ ആയിട്ടാ ഇരിക്കുന്നേ. അടി വെച്ചേര്, ഞാൻ എണീക്കാനല്ലേ പറഞ്ഞേ. ശരിക്കും ക്ലാസ് ആണ് മിസ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. പറയുന്ന അങ്ങോട്ട് കേക്ക്. ഡെസ്കിന്റെ മേളിൽ കയറിക്കേ. കേറി നിക്കാനല്ലേ പറഞ്ഞേ. അല്ല, ഡെസ്കിന്റെ മേളിൽ കയറി എല്ലാവരെയും കാണാൻ പറ്റുമല്ലേ? എപ്പൊ നോക്കിയാലും ഞാൻ അവളുടെ മുമ്പിൽ നാണം കെട്ടു പോവാ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഇരിക്കെ. എന്താ മിസ്സേ, എന്തിനാ ഇവരെ എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുന്നേ? ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ പഠിപ്പിക്കായിരുന്നു. ഇവര് രണ്ടുപേരും തമ്മിൽ വലിയ സംസാരം. ഒരല്പം പോലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല മാം. പിന്നെങ്ങനെയാ മാർക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ഒരു പണിഷ്മെന്റ് കൊടുത്തതാ. എന്തിനാ കവിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? രാഹുൽ, നീയും ഇപ്പൊ കവിന്റെ കൂടെ ചേർന്ന് മോശമായിക്കൊണ്ടിരിക്കുക. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്താതെ മാറ്റിയിരുത്താൻ നോക്ക്. ഓ പിന്നെ, ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബെഞ്ചിൽ മാറ്റി ഇരുത്തിയ അബ്ദുൽ കലാമും എലോൺ മസ്കും പോലെയാവും. എന്താ അവിടെ ഒരു പിറുപിറുപ്പ്? ഒന്നുമില്ല മാം. ഇന്റർ സ്കൂൾ ടാലന്റ് മീറ്റിംഗിന് എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഞാൻ റെഡിയായി മിസ്. ഗുഡ്. ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ ഒരുപാട് സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ജയിക്കണം. നമ്മുടെ സ്കൂളായിരിക്കണം ഫസ്റ്റ് ആവണ്ടേ. അതിനെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആണ് മിസ്. നീ ആദ്യം മര്യാദയ്ക്ക് ക്ലാസ്സിലിരിക്കെ. അതിനുശേഷം ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനെ പറ്റി ആലോചിക്കാം. സൈലൻസ്, ക്വൈറ്റ്. എടീ നില, എന്നെ ടീച്ചർ നാണം കെടുത്തിയാ നിനക്ക് സന്തോഷല്ലേ? നിക്ക്, നിന്നെ കാണിച്ചു തരാം. എല്ലാരും ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ക്ലാസ്സിൽ തരുന്ന ഹോംവർക്കുകളെല്ലാം ശ്രദ്ധിച്ചു ചെയ്യണം. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ട് ഇവിടെ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. കേട്ടല്ലോ? ശരി മിസ്. എടീ നില, പറയൂ കവിൻ, എന്താ കാര്യം? നിനക്ക് എന്നെ കാണുമ്പോ എന്താ തോന്നുന്നത്? നിന്നെ കാണുമ്പോ കവിനെ പോലെയാണ് തോന്നുന്നത്. Stop it. എന്നെ കണ്ട ഒരു കോമഡി പീസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ കണ്ട ഒരു സീരിയസ് പീസിനെ പോലെ തോന്നുന്നത്. ക്ലാസ്സിൽ മിസ് എന്നെ നോസ് കട്ട് ചെയ്തോണ്ട് സംസാരിക്കുമ്പോ എന്തിനാ നീ ഒരുപാട് ചിരിച്ചത്? അറിഞ്ഞോണ്ട് ചിരിച്ചല്ലേ നീ? ഞാൻ അറിഞ്ഞോണ്ട് ചിരിച്ചൊന്നുമല്ല, വെറുതെ കാഷ്വൽ ആയിട്ട് ചിരിച്ചു പോയതാ. അല്ലല്ല, നീ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചിരിച്ചതാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ അങ്ങനെ വിചാരിച്ചാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും കവിൻ? ഞാൻ ആ അർത്ഥത്തിലല്ല ചിരിച്ചത്. അത് ഗോഡിനറിയാം. നീ ഗോഡിനെ പിടിച്ച് സത്യം ചെയ്താ ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? നീ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. എനിക്ക് വിശക്കുന്നു, ഞാൻ പോയി കഴിക്കട്ടെ. ഹലോ, ഒരു ഫ്ലോയിൽ സംസാരിക്കുമ്പോ പെട്ടെന്ന് കട്ട് ചെയ്തു പോവാ. സമയമായിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്. നീയും പോയി കഴിക്കാൻ, ഞാനും പോയി കഴിക്കാം. നിനക്കിപ്പോ കുറേശ്ശെയായിട്ട് അഹങ്കാരം കൂടുന്നുണ്ട്. ഇവിടെ നോക്കുന്നില്ല? നീ നന്നായിട്ട് പഠിക്കുമായിരിക്കും, നന്നായിട്ട് പാടുമായിരിക്കും. എന്നാ നിനക്ക് ഒരിക്കലും ഞാൻ ഡ്രോയിങ് വരയ്ക്കുന്ന പോലെ നിനക്ക് വരയ്ക്കാൻ പറ്റില്ല. സിൻസിയർ ആയി ശ്രമിച്ച, ഹാർഡ് വർക്ക് ചെയ്ത ആർക്കും എന്ത് വേണേലും ചെയ്യാൻ പറ്റുമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചുമ്മാതാ. എന്റെ അച്ഛമ്മ പറഞ്ഞില്ലേ, എക്സാമിൽ ആരാണോ ഫസ്റ്റ് വരുന്നത് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരുമെന്ന്. അതും ഞാനായിരിക്കും വാങ്ങുക. ഇന്റർ സ്കൂൾ ടാലന്റ് മീറ്റിലും ഞാനായിരിക്കും ഫസ്റ്റ് വരിക. ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഹുലിന് വയറാണ്. അയ്യോ അമ്മേ. സോറിടാ, ഞാൻ കുറച്ച് ഇമോഷണൽ പോയി. അതിനിങ്ങനെയാണോ അടിക്കുന്നേ? വേദനിക്കുന്നടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. നില, ഞാൻ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലെങ്കിൽ എന്റെ പേര് കവിന്നല്ല.
കേട്ടോ